ലോഡ് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഒരു രാത്രിയിൽ നിങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, പ്രത്യേകാൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് കൂടെ ചേർന്ന് ദൈവനാമത്തെ ഉയർത്താൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകാൽ ഈ ആരാധനയിലേക്ക് എന്നെ ക്ഷണിച്ച് എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയ ബീനസിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് തന്റെ ദാസിയും ശുശ്രൂഷകളെയും കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇന്ന് രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി, മാതാപിതാക്കൾക്കായി, സഹോദര സഹോദരികൾക്കായി, ദേവദാസന്മാർക്കായി, ദേവദാസിമാർക്കായി, എല്ലാവർക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന രാത്രിയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലിരിക്കാം. ഇന്ന് രാത്രി കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മുടെ നടുവിൽ അത്ഭുതം ചെയ്ത കർത്താവ്, കഴിഞ്ഞു പോയ ദിനങ്ങളിൽ നമ്മോട് ഇടപെട്ട ദൈവം ഇന്ന് രാത്രിയിൽ നമ്മോട് ഇടപെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കഴിഞ്ഞ രാത്രികളിൽ നമ്മോട് ഇടപെട്ട ദൈവം, കഴിഞ്ഞ പകലുകളിൽ നമ്മോട് ഇടപെട്ട ദൈവം, കഴിഞ്ഞ പ്രഭാതങ്ങളിൽ നമ്മോട് ഇടപെട്ട ദൈവം ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ഇന്ന് രാത്രി നമ്മുടെ അവസ്ഥ നന്നായി അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മൾ എന്ത് വിഷയത്തിന്റെ നടുവിലാണോ നമ്മൾ ഓരോ ദിനങ്ങളും കഴിഞ്ഞു പോകുന്നത് ഒരുപക്ഷെ മനുഷ്യൻ അറിയാതിരിക്കും, പക്ഷെ ദൈവം നന്നായി അറിയുന്ന കർത്താവാണ്. ആ ദൈവം എന്ന രാത്രി നിങ്ങളെ അനുഗ്രഹിക്കാൻ ശക്തനാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കും. ഇന്ന് രാത്രി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ഈ ആത്മാവ് ഇന്ന് രാത്രി നമ്മോട് ഇടപെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യത്തിന്റെ മറവിൽ പരിശുദ്ധാത്മാവ് നമ്മെ നിർത്തുമാറാകട്ടെ. അല്പനേരം ചിന്തയ്ക്കായി മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 41-ാം വാക്യം, അതായത് അതിന്റെ അവസാന വാക്യം ഒന്ന് വായിച്ച്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ അവസാന വാക്യം. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാമോ? ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മറവ് നമ്മുടെ നടുവിൽ വെളിപ്പെടേണ്ടതിനായി, ആത്മാവിന്റെ ശക്തിയാൽ ആത്മാവ് നമ്മെ നിറയ്ക്കേണ്ടതിനായി എല്ലാ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാം. ആരും ചോദ്യക്കാരോ കാഴ്ചക്കാരോ ഇരിക്കരുത്. എല്ലാ പ്രിയപ്പെട്ടവർക്ക് കണ്ണുകളെ അടയ്ക്കാം. ക്ലോസ് യുവർ ഐസ്. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. രാത്രി പരിശുദ്ധാത്മാവ് എന്തോ വലിയ വിടുതലുകൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി നഷ്ടപ്പെടത്തില്ല. നഷ്ടപ്പെട്ടു പോയതെന്ന് നിങ്ങൾ കരുതുന്നത് ദൈവാത്മാവ് നിങ്ങൾക്ക് തിരികെ നൽകി തരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. എന്നോട് കൂടെ ചേർന്ന് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തെ മഹത്വപ്പെടുത്താമോ? നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞു കവിയുന്ന ദൈവ സാന്നിധ്യം ഇതിന്റെ നടുവിൽ വ്യാപരിക്കേണ്ടതിനായി എല്ലാ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിച്ചാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടേണ്ടതിനായി ഇത് അത്ര വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ദേഹി ആത്മാവ് ദൈവത്താൽ ഉണ്ടാകുന്ന ചില വിടുതലുകൾ, ശാരീരികമായി നിങ്ങളെ അലട്ടുന്ന ചില രോഗത്തിന്റെ പോരുകൾ ഇന്ന് രാത്രി അളിയപ്പെടുന്ന ഒരു രാത്രിയായി മാറും. നാളുകളായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, നാളുകളായി വടവലിക്കുന്നത് പോലെ നിങ്ങൾ വലിക്കുന്ന ചില വിഷയങ്ങൾ, നാളുകളായി ബിംബി പൊട്ടുന്നത് പോലെ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളിൽ കൊണ്ടുതിരിയുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിന്റെ നടുവിൽ പരിശുദ്ധോലം പോലെ ചില വിടുതൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് രഹസ്യമായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാത്രി
ആമേൻ പരസ്യമായി ചില വിടുതലുകൾ ദൈവാത്മാവ് നിങ്ങൾക്ക് നൽകി തരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ആമേൻ ദൈവജനമുണ്ടെങ്കിൽ, ആമേൻ ഒരുമിച്ച് ഇന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഈ രാത്രി ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിച്ചു തുടങ്ങട്ടെ. അഭിഷേകത്തിന്റെ നിറവിൽ നമുക്ക് ഒന്നുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ ആമേൻ. അന്യഭാഷ പ്രാപിച്ച ദൈവജനം ആമേൻ ചേർന്ന് കർത്താവിനെ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഇന്ന് രാത്രി നാളുകളായി കുടുംബങ്ങളോട് വാളുന്ന, കുടുംബങ്ങളോട് ആമേൻ ആമേൻ ഭരണം ചെയ്യുന്ന പൈശാചിക മേഖലകൾ ഇന്ന് രാത്രി അളിയപ്പെടേണ്ടതിനായി മേഖലകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചില വിടുതൽ പ്രത്യേകമാകുന്ന ചില വിടുതലുകൾ ദൈവാത്മാവ് നമുക്ക് തരേണ്ടതിനായി, ദൈവത്താൽ ഉണ്ടാകുന്ന വിടുതലുകളാൽ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? ശാബാലാരഗദന ജുഡാരമന ഹന്തര മൗഡിബിരി ഹത്തുരബല വരഗദന ശമന രമന ഹത്തുരബല വരഗദുനിയം തുരബലഗദന ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെടണമേ. പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ സത്യം ഇന്ന് രാത്രി വെളിപ്പെടണമേ. ആമേൻ. ഞങ്ങളുടെ ജനത്തോട് വ്യക്തമായി ശക്തമായി പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. എല്ലാവർക്കും പ്രാർത്ഥിക്കാമോ? ആരാധനകൾക്ക് വിരോധമായി, ആമേൻ ദൈവവചനത്തിന് വിരോധമായി പോരാടുന്ന ആമേൻ പൈശാചിക മേഖലകൾ അലിയപ്പെടേണ്ടതിനായി, ദൈവത്താൽ ഉണ്ടാകുന്ന വിടുതലുകൾ എന്ന രാത്രി വ്യാപരിക്കപ്പെടേണ്ടതിനായി 2026 പ്രാരംഭത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, 2026 ഒരു വിടുതലായി മാറാൻ പോകുന്നു. ഓരോ ദിനങ്ങളും ദൈവാത്മാവ് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. ദൈവത്താൽ ഉണ്ടാകുന്ന വിടുതലുകൾ, ദൈവത്താൽ ഉണ്ടാകുന്ന വിടുതലുകൾ പരിശുദ്ധാത്മാവാൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ രാത്രി ദൈവശക്തി ആമേൻ നമ്മുടെ നാട്ടിൽ വ്യാപരിക്കേണ്ടതിനായി നമുക്കൊരു പ്രാർത്ഥിക്കാമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചു തുടങ്ങട്ടെ. ആത്മാവിന്റെ തലം രാത്രി നമ്മുടെ മധ്യയിൽ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ താങ്ക് യു ലോർഡ്. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇടയ്ക്ക് എന്താ കട്ടായി പോവാണോ? ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് കേട്ടോ, ബ്രേക്ക് ആവുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ വിടുതൽ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വെളിപ്പെടേണ്ടതിനായി എല്ലാ പ്രിയപ്പെട്ടവർക്കും ചേർന്ന് കർത്താവിന് നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ദൈവത്താൽ ഉണ്ടാകുന്ന വിടുതൽ നമ്മുടെ മധ്യയിൽ വ്യാപരിച്ചു തുടങ്ങട്ടെ. ആത്മശക്തിയാൽ ദൈവാത്മാവ് നമ്മെ നിറയ്ക്കട്ടെ. ആത്മാവിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഞങ്ങളുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി ആത്മാവിന്റെ കരം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കണം. കടന്നു വന്ന ദൈവജനത്തോട്, വേദനകളോട്, പരാജയത്തോട്, ജീവിതത്തിന്റെ മേഖലയിൽ വിടുതൽ ആഗ്രഹിച്ച് കടന്നു വന്ന തന്റെ ജനത്തോട് ഇന്ന് രാത്രി പ്രത്യേകമായി പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ ഉണ്ടാകുന്ന വിടുതലുകൾ, ദൈവത്താൽ
വാക്കെടുക്കപ്പെടുന്ന കർത്താവേ, അവൻ പ്രാപിക്കപ്പെടുന്ന നന്മകൾ തന്റെ ജനം അനുഭവിക്കാൻ ദൈവം സഹായിക്കണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം. ആത്മാവിന്റെ വലിയ സാന്നിധ്യത്തിനായി, ആത്മാവിന്റെ വലിയ കരുതലിനായി നന്ദി പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവജനം കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ നിങ്ങളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ, കർത്താവിന്റെ വചനമായി നിൽക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രി എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ആമേൻ, ഒത്തിരി ബ്രേക്ക് ആവുന്നുണ്ട് സൗണ്ടുകൾ. എല്ലാവർക്കും ആമേൻ, ഒത്തിരി പേർ വീഡിയോ, ആമേൻ, കുറെ പേർ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാവരുടെ വീഡിയോ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആമേൻ, ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മറവ് നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ. ദൈവാത്മാവ് തന്റെ ശക്തിയാൽ ദൈവാത്മാവ് നമ്മെ നിറയ്ക്കട്ടെ. ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ട വചനം എങ്ങനെയാണ്? മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 41-ാം വാക്യം, അതായത് അതിന്റെ അവസാന വാക്യം ഒന്നുകൂടെ വായിച്ച്. അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവന് ആമേൻ അനുസരിക്കുന്നല്ലോ, ഇവൻ ആർ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം, പരിശുദ്ധാത്മാവിന്റെ ചിന്തയിൽ തന്ന രണ്ടുമൂന്ന് ദൈവത്തിന്റെ ആലോചനകൾ, വെളിപ്പാടുകൾ നിങ്ങളോട് ഇന്ന് രാത്രി ശാന്തമായി കൈമാറി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. സന്തോഷമുള്ള ദൈവജനം ഒരിക്കൽ കൂടെ കരമുയർത്തി ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കാറ്റും കടലും ഇവന് അനുസരിക്കുന്നുണ്ട്. ആമേൻ. അവർ വളരെ ഭയന്നു. ഈ സംഭവം എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരുമായി ഇങ്ങനെ ആമേൻ കടലിൽ യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യുമ്പോൾ അവൻ തിരമാലയും കാറ്റും അവൻ പടകിനെ, അവർ യാത്ര ചെയ്ത പടകിനെ തകർക്കാൻ അവൻ ഒത്തിരി ശക്തമായി എഴുന്നേറ്റ് വരുന്നുണ്ട്. ശ്രദ്ധിച്ചേ, ഒത്തിരി ശക്തമായി അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ശിഷ്യന്മാർ കുറെ ആമേൻ നിന്നു. പക്ഷെ കുറെ ആയപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആമേൻ. അവൻ കുറെ ആയപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കർത്താവ് ആ പടകിൽ തന്നെയുണ്ട്. അവൻ എന്നിട്ടും ശിഷ്യന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്താൽ ആമേൻ ആമേൻ പ്രാപിച്ച അഭിഷേകവും അതോറിറ്റിയും നമ്മുടെ ജീവിതത്തിൽ ആമേൻ ആമേൻ അത് പ്രാപിച്ചിരിക്കുമ്പോൾ തന്നെ ഒത്തിരി മേഖലകളിൽ ചില കഷ്ടതകളും വേദനകളും ആമേൻ പരാജയങ്ങളും ചിലപ്പോൾ നിൽക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കയറി വരുമ്പോൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ നമ്മൾ പതറിപ്പോകുന്നുണ്ട്. ഇന്ന് രാത്രി ആരെയോ നോക്കി പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു. ആമേൻ, ആമേൻ. അവന്റെ അഭിഷേകം നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചിലതിനെ ശാസിക്കാൻ, ആമേൻ, ചിലതിനോട് കൽപ്പിക്കാൻ, ആമേൻ, ചിലതിനോട് കമാൻഡ് പറയാൻ ഇന്ന് രാത്രി ചിലരുടെ മേൽ ഒരു അതോറിറ്റിയുടെ അഭിഷേകം ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. വിശ്വസിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ, അത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി കരമടിച്ചാതെ ഈ ദൂതനെ നമുക്ക് സ്വീകരിക്കാമോ? യേശു കർത്താവ് കൂടെ തന്നെ ഉണ്ട്. അവൻ യേശുവിന്റെ ശിഷ്യന്മാർ അധികാരം പ്രാപിച്ചവരാ, അഭിഷേകമുള്ളവരാ. പക്ഷേ തിരമാലകളും ആമേൻ അതിന്റെ മുന്നുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 37-ാം വാക്യം ഒന്ന് വായിച്ചേ. 37-ാം വാക്യം. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. ആമേൻ, ആമേൻ, ആമേൻ. ഈ അവർ യാത്ര ചെയ്ത പടക് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് യാത്രയുടെ മുഖത്തിൽ ഭയങ്കര ചുഴലിക്കാറ്റും തിരമാലയും ജീവിതത്തിന്റെ മേഖലയിൽ അവർക്ക് വിരോധമായി പൊങ്ങി എഴുന്നേറ്റു വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ തകർന്നു പോകാൻ പോകുന്നുണ്ട്.
ഈ തിരമാലയും ചുഴലിക്കാറ്റും ഇങ്ങനെ അടിച്ചാൽ നമ്മുടെ പടക് മറിഞ്ഞു പോകും. പക്ഷേ അവർക്കറിയത്തില്ല, ഈ തിരമാലയും കാറ്റും കടലും ചുഴലിക്കാറ്റും, ആമേൻ ആമേൻ ആമേൻ, അതിന്റെ മേൽ അധികാരമുള്ള ഒരു കർത്താവ് ഈ പടകിൽ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത് ശിഷ്യന്മാർ മറന്നുപോയി. പലപ്പോഴും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഈ വെളിപ്പാട് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. രാത്രി എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുന്നു, ആമേൻ 2026 ആമേൻ നിങ്ങൾക്ക് വിരോധമായി തിരമാലകൾ പോലെ, ചുഴലിക്കാറ്റു പോലെ ചില പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ എഴുന്നേറ്റു വരുമ്പോൾ, ആമേൻ ആമേൻ ആമേൻ, അതിന്റെ മുന്നിൽ അതിനെ നിർത്തിക്കളയാൻ, ആമേൻ അതിന്റെ മേൽ ആമേൻ ആമേൻ അതിര് കൽപ്പിക്കാൻ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, നിങ്ങൾക്ക് ആമേൻ നിങ്ങളെ അഭിഷേകിച്ച ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ 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 ആമേൻ. യേശു തന്നെ അവരെ നോക്കി ചോദിക്കുന്നുണ്ട്. 35-ാം വാക്യം വായിച്ചേ, 35-ാം വാക്യം നിർത്തി വായിച്ചേ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. ഇന്ന് രാത്രി ഒരു ആത്മീക ദൂത് ഈ വചനത്തിലിരുന്ന്, ഈ ഭാഗത്തിലിരുന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നു. ദൈവത്തിന്റെ വെളിപ്പാടനുസരിച്ച്, അവൻ ദൈവത്തിന്റെ ആലോചന അനുസരിച്ച്, ആമേൻ ആമേൻ, ദൈവത്താൽ യോഗം പ്രാപിച്ച് നിങ്ങൾ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തകർത്ത് കളയാൻ, അതിനു വിരോധമായി അതിനെ ഇല്ലാതാക്കി കളയാൻ ഏതു മാനുഷിക ശക്തികൾ എഴുന്നേറ്റാലും, അവൻ പൈശാചിക മേഖലകൾ എഴുന്നേറ്റാലും ഇന്ന് രാത്രി ആമേൻ അതിനെ ഒതുക്കിക്കളയാൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ കരമടിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്താവോ? ദൈവത്തിന്റെ നിയോഗപ്രകാരം, ദൈവത്തിന്റെ ആലോചന അനുസരിച്ച്, ആമേൻ ആമേൻ, ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച് നിങ്ങൾ ദൈവത്താൽ ആമേൻ ചെയ്യുന്ന ഓരോ കാര്യാദികൾക്കും വിരോധമായി എഴുന്നേറ്റു വരുന്ന പൈശാചിക മേഖലകൾ ആമേൻ തകർത്ത് കളയാൻ എന്റെ ദൈവം ശക്തനാണ്. ആരോടുള്ള ദൂത് പരിശുദ്ധാത്മാവ് കൈമാറുന്നു, ആരോടുള്ള ദൂത് പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ആമേൻ ആമേൻ ആമേൻ. വിരോധങ്ങൾ എഴുന്നേൽക്ക്. ആരൊക്കെ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്നുണ്ടോ, ആമേൻ, എഴുന്നേൽക്കുന്നവൻ ജയം പ്രാപിക്കത്തില്ല. ആമേൻ ആമേൻ. ആർക്ക് വിരോധമായി അവൻ എഴുന്നേൽക്കുന്നുണ്ടോ, ആമേൻ, അവർ ജയം പ്രാപിക്കും. കുഞ്ഞെ പതറിപ്പോകരുത്. ആമേൻ. ദൈവത്താൽ യോഗം, ദൈവനിയോഗത്തോടെ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അങ്ങും ഇങ്ങും നോക്കണ്ട, നിങ്ങളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാണ് അവരോട് നമുക്ക് അക്കരയ്ക്ക് യാത്ര ചെയ്യാം, അക്കരയ്ക്ക് പോകാം. ഇന്ന് സന്ധ്യയായപ്പോ ദൈവം അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് ദൈവം പറഞ്ഞു. ഇത് ദൈവം പറഞ്ഞിട്ട ഈ യാത്രയിൽ ആമേൻ യേശുവും ശിഷ്യന്മാരുമായി യാത്ര ചെയ്ത്. ഇന്ന് രാത്രി ചിലരോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ദൈവത്തിന്റെ ദർശനം പ്രാപിച്ച് ആലോചന കേട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, അവൻ ശുശ്രൂഷയാകട്ടെ, അവൻ ഏതോ ഒരു മേഖലയാകട്ടെ, ഏത് മേഖല ആകട്ടെ, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ഫുൾഫിൽ വെളിപ്പെടാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്, വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. അവൻ ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവൻ നിൽക്കയില്ല. അവൻ തോറ്റുപോകും, അവൻ തോറ്റുപോകും. ആമേൻ. അവൻ പരാജയപ്പെട്ടു പോകും. ഇന്ന് രാത്രി ആരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ആമേൻ, ദൈവം നിങ്ങളെ മാനിക്കുന്ന ദിവസം, ആമേൻ, ദൈവം നിങ്ങളെ അവരുടെ മുന്നിൽ ഉയർത്തുന്ന ദിവസം. യെസ്, ആമേൻ ആമേൻ. ദൈവം ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ, സന്ധ്യയായപ്പോൾ നമുക്ക് അക്കരയ്ക്ക് യാത്ര ചെയ്യാം. ദൈവത്തിന്റെ വാക്കനുസരിച്ച വചനം പറയുന്നു. 36-ാം വചനം വാക്യം ഒന്ന് വായിച്ച, 36-ാം വാക്യം. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു.
അവൻ യേശു കർത്താവും ശിഷ്യന്മാരും യാത്ര ചെയ്ത പടക് മാത്രമല്ല. ആമേൻ, ആമേൻ, ആമേൻ. വചനം പറയുന്നു, ആമേൻ, യേശു കർത്താവ് മാത്രമല്ല ഇതിൽ യാത്ര ചെയ്തത്. ആമേൻ, ശിഷ്യന്മാരും യേശു കർത്താവ് മാത്രമല്ല, അവരോട് കൂടെ. ഒന്ന് ആ അവസാന ഭാഗം ഒന്നുകൂടെ വായിച്ചേ. 26-ാം വചനത്തിന്റെ അവസാനം, 36-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. മറ്റ് ചില പടകുകളും കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ദൈവത്താൽ നിയോഗം പ്രാപിച്ചു, ആമേൻ, ആമേൻ, ദൈവത്തിന്റെ ആലോചന അനുസരിച്ച്, ദൈവത്തിന്റെ ആലോചന അനുസരിച്ച്, ആമേൻ, ആമേൻ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി വ്യക്തമായി ദൂത് പറയുന്നു. ആമേൻ, ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, നിങ്ങളോട് കൂടെ കൈത്താങ്ങാൻ, ആമേൻ, നിങ്ങളോട് കൂടെ നിങ്ങൾക്ക് സഹായിക്കാൻ, ആമേൻ, നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ, ആമേൻ, ചില ആത്മീക കൂട്ടത്തെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കും. ഇന്ന് ആരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു? എനിക്കറിയത്തില്ല ബിനസിസ്റ്റേ, പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു. ആമേൻ, ദൈവത്തിന് വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, ആമേൻ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, അവൻ സാമ്പത്തികം പാരാതെ, സാമ്പത്തികം നോക്കാതെ, ആമേൻ, 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 പുകൾ, ആമേൻ, ആമേൻ, പേര് നോക്കാതെ, ആമേൻ, പുകൾ നോക്കാതെ, ആമേൻ, എനിക്ക് സ്റ്റേറ്റസ് ഉണ്ടാകണമെന്ന് അതൊന്നും വിഷയമല്ലാതെ, അതൊന്നും നോക്കാതെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചതുകൊണ്ട് നിങ്ങളോട് കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഇതൊരു ആത്മീക ഭയങ്കര ദൂത ദൈവത്വം ഇന്ന് രാത്രി ആമൻ കൈമാറുന്ന, നിങ്ങളോട് സപ്പോർട്ട് ചെയ്യാൻ ചില ആത്മീകരെ ദൈവത്വാവ് എഴുന്നേൽപ്പിക്കും. ചില ആത്മീകരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കും. ചില ആത്മീകരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കും. ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു, ചില ആത്മീകരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കും. അവൻ ദൈവാത്മാവ് എന്നോട് വ്യക്തമായി പറയുന്നു, അവൻ ഈ ദിനങ്ങളിൽ ആമേൻ, ആമേൻ, ഉറച്ചു നിൽക്കുക. ആമേൻ, ആമേൻ, വളരെ പ്രതീക്ഷയോടെ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി ഓടുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട്, ആമേൻ, നിങ്ങളുടെ പടക് മാത്രമല്ല, നിങ്ങളോട് യാത്ര ചെയ്യാൻ ആമേൻ യേശു കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട്. ആമേൻ, നിങ്ങളുടെ ശുശ്രൂഷയുടെ മുഖത്തിൽ നിങ്ങളെ കൈത്താങ്ങാൻ കർത്താവ് മാത്രമല്ല, ചിലതിനെ ദൈവാത്മാവ് നിങ്ങളോട് കൂടെ എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്നുണ്ടോ സിസ്റ്ററെ? ഇന്ന് രാത്രി ആ തലത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ ഇറക്കും. ആ തലത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ ഇറക്കും. നിങ്ങൾ ആരെയും ക്ഷണിക്കണ്ട. ക്ഷണിക്കാതെ ചിലർ നിങ്ങളോട് പറയും, സിസ്റ്ററെ, നിങ്ങളോട് കൂടെ നിന്ന് അവർ പ്രവർത്തിക്കാൻ ഞങ്ങൾ സാധ്യതകളുണ്ട്, ഞങ്ങളെ ഒന്ന് നിർത്തുമോ നിങ്ങളുടെ കൂടെ? വരും ദിനങ്ങളിൽ പ്രാർത്ഥനയുടെ അഭിഷേകമുള്ള, ആമേൻ, ദൈവിക ദർശനമുള്ള, വെളിപ്പാടുള്ള ചിലതിനെ ദൈവാത്മാവ് കൂടെ നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് രാത്രി ദൂത് പറയുന്നു. 36-ാം വാക്യത്തിന്റെ അവസാന ഭാഗം പറയുന്നു, വേറെ ചില പടകുകളും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ, ആമേൻ. ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോഴാണ്, ആമേൻ, അടുത്ത വാക്യം വായിച്ചേ. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. എങ്ങനെ വളരെ, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട്, പടകിൽ തിര തള്ളി കയറുന്നത് കൊണ്ട് അത് മുങ്ങുമാറായി. മുങ്ങുമാറായി. ആമേൻ, ആമേൻ. ചിലപ്പോൾ ദർശനത്തോടെ, വാഗ്ദത്തത്തോടെ കാലടികൾ എടുത്തു വയ്ക്കുമ്പോൾ, ആമേൻ, അടുത്ത സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കുമ്പോൾ, എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ആരോട് ദൈവാത്മാവ് ദൂത് വ്യക്തമായി കൈമാറുന്നു. സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കുമ്പോൾ ദൈവമുഖം നോക്കി നിങ്ങളുടെ സ്റ്റെപ്പുകൾ നിങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചില തിരമാലകളും, ആമേൻ, ആമേൻ, ചില പർവ്വത ശക്തികളും നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കും.
വാക്തത്വമുള്ള ദൈവ പൈതലെ, ഇതൊന്നും കണ്ട് നീ പതറിപ്പോകരുത്. ഇതൊന്നും കണ്ടിട്ട് പേടിച്ചു പോകരുത്. കാരണം ഇതിന്റെ മേൽ അധികാരമുള്ള ഒരു ദൈവം, ആമേൻ, കാറ്റിലെയും കടലിലെയും തിരമാലകളെയും, ആമേൻ 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 ആമേൻ, അതിന്റെ മേൽ അധികാരമുള്ള ദൈവം, അതിനെ നിർത്താൻ ശക്തിയുള്ള ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി. Yes, Master. Thank you, Jesus. ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു, ദൈവം നിങ്ങളെ മാനിക്കും. ആമേൻ. വാക്തത്വത്തോടെ ദൈവ ശബ്ദം കേട്ട് കാലടികൾ എടുത്തു വയ്ക്കുമ്പോൾ, ഇത്രയും ശിഷ്യന്മാർ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്, മറ്റു പടകുകളിൽ മാത്രമല്ല, ഇതെല്ലാം നിയന്ത്രിക്കുന്ന അവൻ ഇതെല്ലാം കൂടെ, ഇതിനെല്ലാം സൂക്ഷിക്കാൻ, ഇതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ അധികാരമുള്ള ഒരുത്തൻ അവരോട് കൂടെ ഉണ്ടായി. ഇന്ന് രാത്രി ആരെയോ നോക്കി ദൈവാത്മാവ് ദൂത് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ യാത്രയുടെ മുഖത്തിൽ. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചു പോകുന്നുണ്ട്, കർത്താവേ, ഇങ്ങനെ സംഭവങ്ങൾ എഴുന്നേറ്റ് വരുന്നല്ലോ, ഇങ്ങനെ എന്റെ ജീവിതത്തിന്റെ മേഖലയിൽ ഇങ്ങനെപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നല്ലോ, എങ്ങനെ ഇതിലിരുന്ന് വിടുതൽ പ്രാപിക്കും? രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇതിന്റെ നടുവിൽ വിടുതൽ തരാൻ എന്റെ ദൈവം ശക്തനാണ്. വിടുതൽ തരാൻ എന്റെ ദൈവം ശക്തനാണ്. ജസ്നി റോബിൻ എന്ന് പറയുന്ന പ്രിയ സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇന്ന് രാത്രി ദൂത് പറയുന്നു. സിസ്റ്ററെ, അവൻ ചില വിഷയങ്ങളുടെ നടുവിൽ ഇത് എന്തായി തീരും എന്ന് പറയുന്ന ചില ആമേൻ വിഷയങ്ങളോടാ, ചിന്തകളോടാ, ചിന്താ വിഷയങ്ങളോടാ ഇന്ന് രാത്രി നിങ്ങൾ നിൽക്കുന്നു. എങ്ങനെ ഇത് തീരും, ഇതെങ്ങനായി തീരുമെന്ന് നിങ്ങൾക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ വിശ്വാസ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ കൈപിടിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നു സിസ്റ്ററെ? വിശ്വസിക്കുന്നു? പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കെന്ന് ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്, എന്താണ്? പക്ഷെ കർത്താവ് പറയുന്നു, എല്ലാം മോളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ജീവിതത്തിന് മുന്നിൽ പരാജയപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ചു, നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കും, ജയത്തോട് നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കും, ജയത്തോട് നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കും. സിസ്റ്റേ, ഒത്തിരി ഘട്ടങ്ങൾ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, ഒത്തിരി കഷ്ടതകൾ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, ഒത്തിരി കുത്തുവാക്കുകളുടെ നടുവിൽ, ഒത്തിരി വേദനയുടെ വാക്കുകളുടെ നടുവിലാണ് നിങ്ങൾ ഓരോ ദിവസവും കടന്നു വന്നത്. പക്ഷേ ആമേൻ എത്ര വേദനകൾ അനുഭവിച്ചോ അതിന് ആമേൻ പന്മടങ്ങ് വിടുതൽ ദൈവാത്മാവ് നിങ്ങൾക്ക് തരും. വിശ്വസിക്കുന്നുണ്ട് സിസ്റ്ററെ? എന്തോ എനിക്കറിയത്തില്ല, ചില വിഷയങ്ങൾ വല്ലാതെ നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. എന്തോ ചില വിഷയങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ആമേൻ 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 ആമേൻ. ദൈവത്തിന്റെ പ്രൊട്ടക്റ്റ് ഉണ്ടെങ്കിലും പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ദൈവം എന്നെ കൈവിട്ടോ, ദൈവം എന്നെ മറന്നു. അല്ല സിസ്റ്ററെ, ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു, ദൈവം നിങ്ങളെ മാനിക്കാൻ ശക്തനാണ്. വിശ്വസിക്കുന്നുണ്ടോ സിസ്റ്ററെ? വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു, ജീവിതത്തിന്റെ മേഖലയിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വയ്ക്കണമെന്ന് നിങ്ങൾക്കറിയത്തില്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ദൈവം നിങ്ങളെ മാനിക്കും. ഒരപ്പൻ തൻ്റെ കുഞ്ഞിന്റെ കൈ പിടിച്ച് നടത്തുന്നത് പോലെ ദൈവം നിങ്ങളെ കരം പിടിച്ചു നടത്തും. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് തിരമാല പോലെ പൊങ്ങി വരുന്ന ചില വിഷയങ്ങളെ ദൈവാത്മാവ് ശാന്തമാക്കുന്നു. ഒന്ന് മൈക്ക് ഓൺ ചെയ്യാമോ സിസ്റ്ററെ?
പറയുന്നത് ആ സിസ്റ്ററിനെ കേൾക്കാമോ? ആമേൻ. ജീവിതത്തിന്റെ അകത്ത് തിരമാല പോലെ പൊങ്ങി വരുന്ന ചില വിഷയങ്ങളെ ദൈവാത്മാവ് ശാന്തമാക്കുന്നു. നിങ്ങൾ അറിയാതെ ശാന്തമാകുന്നു. വിശ്വസിക്കുന്നുണ്ടോ സിസ്റ്ററെ? ചില വിഷയങ്ങൾ ആമേൻ അവൻ എങ്ങനെ ഇത് തീരും, ഇത് എങ്ങനെ തീർക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ അറിയാതെ ഒരു കർത്താവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, എന്തോ ഒരു വിഷയത്തിന്റെ മേൽ നിങ്ങൾക്ക് വേണ്ടി ചില മനുഷ്യന്മാരോട് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നു. സത്യമാണോ സിസ്റ്ററെ? പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു, ഈ 2026 അത് സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. അത് സംഭവിക്കും സിസ്റ്ററെ. വർഷങ്ങളായി നിരാകരിക്കപ്പെട്ടതുപോലെ, തള്ളിക്കളഞ്ഞതുപോലെ നിൽക്കുന്ന ചില വിഷയങ്ങൾ ഈ 2026 ആമേൻ ആമേൻ ഒരു പേപ്പറിൽ സ്റ്റാമ്പ് ആമേൻ അടിക്കുന്നത് പോലെ, സീൽ കുത്തുന്നത് പോലെ ദൈവാത്മാവ് ആമേൻ അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക് എന്നെ കിടത്തുന്നു. ആമേൻ വെളിപ്പാടിലേക്ക് ഇറക്കുന്നു. ദൈവാത്മാവ് എന്നോട് വ്യക്തമായി പറയുന്നു, ആമേൻ സ്റ്റാമ്പ് ആമേൻ 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 അത് സ്റ്റേബിളായി നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന ഒരു വെളിപ്പാട്. വർഷങ്ങളായി തള്ളിക്കളഞ്ഞ ചില വിഷയം, ഒത്തിരി മനുഷ്യനെ നിങ്ങൾ ആശ്രയിച്ചു, പക്ഷേ നടക്കുന്നില്ല. പക്ഷെ ഇന്ന് ദൈവാത്മാവ് രാത്രി പറയുന്നു, ദൈവത്താൽ സാധ്യം. മനുഷ്യൻ അസാധ്യം എന്ന് പറഞ്ഞ വിഷയം ദൈവത്താൽ സാധ്യം. അങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ മുന്നിലുണ്ട്. സത്യമാണോ സിസ്റ്ററെ? സത്യമാണോ സിസ്റ്ററെ? സത്യം. ദൈവാത്മാവ് പറയുന്നു, ഈ 2026 ദൈവം അത് ചെയ്യും. ഈ വിഷയത്തിന്റെ നടുവിൽ ഒത്തിരി നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്, ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി പേരുടെ പ്രയാസവാക്കുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ നടുവിൽ നിങ്ങളെ സഹായിക്കാൻ എന്റെ ദൈവത്തിന്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇന്ന് രാത്രി ദൂത് പറയുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആമേൻ ദൈവത്തിൽ വിശ്വസിച്ചു ദൈവജനം ചേർന്ന് കർത്താവിനെ കരമടിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്താമോ? വചനം പറയുന്നു, കർത്താവ് ഈ പടക് യാത്ര ചെയ്തപ്പോ ശിഷ്യന്മാരും കർത്താവും ഈ പടകിൽ യാത്ര ചെയ്തു. അവരുടെ പിന്നിൽ വേറെ ചില പടകുകളും ഉണ്ടായിരുന്നു. 37-ാം വാക്യം പറയുന്നു, അപ്പോൾ ആമേൻ ആമേൻ ചുഴലിക്കാറ്റ്. ഒന്നുകൂടെ വായിച്ച ആ വചനം. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. നിങ്ങളപ്പോൾ ചോദിക്കാം, കർത്താവ് പടകിലുണ്ടല്ലോ, ആ തിരമാലയിലൂടെ, ആ കടലിലൂടെ കർത്താവല്ലേ യാത്ര ചെയ്യുന്ന, പിന്നെ എന്തിനാ ഈ തിരമാല വന്നേ? ആമേൻ ആമേൻ കുഞ്ഞേ, ആമേൻ 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 ഒത്തിരി ശോധനകളും ആമേൻ ഒത്തിരി പ്രശ്നങ്ങൾ കയറി വരുമ്പോൾ അതിന്റെ നടുവിൽ മുങ്ങിപ്പോകാതെ തകർന്നു പോകാതെ ആമേൻ 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 നശിച്ചു പോകാതെ നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് രാത്രി ആ ദൈവം നിങ്ങളെ മാനിക്കും. ഇന്ന് രാത്രി ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം ഭേദം വരുത്തും. അപ്പോൾ ബലമായ ചുഴലിക്കാറ്റുണ്ടായി. അടുത്ത ഭാഗം വായിച്ചേ. തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. തിരമാല, അതായത് തിരമാലകൾ പടകിൽ മുട്ടിക്കേറി പടക് മുങ്ങുമാറായി. ഈ പടകിന്റെ അകത്ത് ആരുണ്ട്? യേശു കർത്താവുണ്ട്, ശിഷ്യന്മാരുണ്ട്, യേശു കർത്താവുണ്ട്. എങ്കിലും തിരമാല ഈ പടകിൽ മോതി ഇതിന്റെ അകത്ത് ഈ പടക് മുങ്ങുമാറായി. ആമേൻ. ആ സിറ്റുവേഷൻ വന്നപ്പോൾ അവൻ 38-ാം വാക്യം വായിച്ചേ. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവൻ അമരത്തിൽ തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ആ വായിച്ചേ.
അവർ അവനെ ഉണർത്തി. അവനെ ആരാ ദൈവത്തെ ഉയർത്തിയ? ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഗുരു, ഞങ്ങളിതാ നശിച്ചു പോകുന്നു, ഈ നശിച്ചു പോകുന്നത് നിനക്കൊരു വിചാരമില്ലയോ എന്ന് ചോദിച്ചു. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടല്ലേ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കയറി വരുമ്പോൾ, ദൈവമേ ഞങ്ങൾ നശിച്ചു പോകുന്ന കർത്താവേ, ഇത് നിനക്ക് അവസാന ഭാഗം ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. വിചാരമില്ലേ? ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറുന്നു. നമ്മെ കരുതുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമ്മെ അന്വേഷിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ മനുഷ്യൻ നമ്മെ അന്വേഷിച്ചില്ല എങ്കിലും, നമ്മുടെ വേദനയുടെ നടുവിൽ ആരും നമ്മെ ഒന്ന് സുഖമാണോ, സുഖമായി ഇരിക്കുന്നുണ്ടോ എന്ന് ഒരു വാക്കുപോലും ചോദിക്കാൻ ആരുമില്ലേ എങ്കിലും നമ്മെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വചനം പറയുന്നു, ശിഷ്യന്മാർ ദൈവത്തോട് പോയി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലേ? ഞങ്ങൾ നശിച്ചു പോകുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ആരോടോ പറഞ്ഞു, നശിച്ചു പോകത്തില്ല. നശിച്ചു പോകുമെന്ന് ചിന്തിച്ചവരുടെ നടുവിൽ, ഇവൻ നശിച്ച് ഇനി എഴുന്നേൽക്കത്തില്ല എന്ന് ചിന്തിച്ചവരുടെ നടുവിൽ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ നശിച്ചു പോകത്തില്ല. ദൈവം നിങ്ങളെ മാനിക്കും. എനിക്കറിയത്ത് ഭയങ്കര സാന്നിധ്യത്തിലെ മഹത്വം ചിലരുടെ മേൽ വെളിപ്പെടും. ദൈവാത്മാവനോട് വ്യക്തമായി പറയുന്നു, നീ നശിച്ചു പോയെന്ന് ലോകം വിധി എഴുതിയില്ലേ? ഫേവ ശാംനേഷ് എന്ന് പറയുന്ന പ്രിയ സിസ്റ്ററിനോട് പരിശുദ്ധാത്മ സിസ്റ്ററെ ഞാൻ പറയുന്നത് കേൾക്കാമോ? ഒന്ന് കരവിയോത്താമോ? ഫേവ ശാംനേഷ്, FEBA, ഫേവ ശാംനേഷ് എന്ന് പറയുന്ന പ്രിയ സിസ്റ്ററിനോട് പരിശുദ്ധാത്മാ വ്യക്തമായി പറയുന്നു, നീ തകർന്നു പോകുന്നത് നിന്റെ തകർച്ചയും കാണാൻ വേണ്ടി നിന്റെ രക്തബന്ധത്തിൽ തന്നെ ചിലർ കൊതിച്ചു നിൽക്കുന്നു. നശിച്ചു പോകുന്നത് ഇവളെങ്ങനെ എഴുന്നേൽക്കും ഞങ്ങൾക്കൊന്ന് കാണാം. പക്ഷെ ദൈവം പറയുന്നു, കൂടെ നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല. ഞാൻ പറയുന്നത് കേൾക്കാമോ സിസ്റ്റേ? കേൾക്കാം. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു, നിന്റെ പരാജയം കാണാൻ പുറത്തുള്ള ജാതിയുടെ നടുവിലല്ല, നിന്റെ രക്തബന്ധത്തിൽ തന്നെ ചിലർ നിന്റെ പരാജയം കാണാൻ കൊതിച്ചു നിൽക്കും. നീ എങ്ങനെ എഴുന്നേൽക്കും? പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നഷ്ടതയുടെ കണക്കുകൾ പറയാൻ ഒരുപാടുണ്ട്, അല്ലേ? നഷ്ടതയുടെ കണക്കുകൾ പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ദൈവം എന്നോട് പറയുന്നു, ആ നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കി തരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയും. ആ നഷ്ടങ്ങളെ ദൈവാത്മാവ് നിങ്ങൾക്ക് ലാഭമായി മാറ്റി തരും. ആമേൻ, ആമേൻ. ദൈവാത്മാവ് എന്നോട് പറയുന്ന നഷ്ടങ്ങളെ ലാഭമായി ദൈവാത്മാവ് മാറ്റി തരും. കഴിഞ്ഞ ദിനത്തിൽ നിങ്ങൾ ഇരുന്നത് പോലല്ല, പുതിയ മേഖലയിൽ ദൈവാത്മാവ് നിങ്ങളെ മാനിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സിസ്റ്റർ? തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ ഒരു തേജസ്സുള്ള പാത്രമായി ദൈവാത്മാവ് നിങ്ങളെ പണിയും. ഈ 2026 അധികം പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവസന്നിധിയിൽ വേർപെട്ടിരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, ഉപവസിക്കുമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി കരുതാൻ എന്റെ ദൈവം ശക്തനാണ്. ചിലർ വിധി എഴുതി ഇത്ര തന്നെ ഇതിന്റെ മുകളിൽ പോകത്തില്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, അതിരുകളെ പൊട്ടിച്ച് ദൈവാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ചിലർ കെട്ടി നിർത്തിയ അതിരുകളെ ദൈവാത്മാവ് പൊട്ടിക്കാൻ പോകുന്നു. ചിലർ കെട്ടി നിർത്തിയ ചില അതിരുകളെ ദൈവാത്മാവ് പൊട്ടിച്ചു മാറ്റാൻ പോകുന്നു.
ദൈവാത്മാവ് എന്നോട് വ്യക്തമായി ദൂത് പറയുന്നു. ആമേൻ. ചിലർ നിങ്ങൾക്ക് വിരോധമായി ആമേൻ അതിര് കൽപ്പിച്ചു, ബൗണ്ടറി കൽപ്പിച്ചു. ഇത്രയും തന്നെ ഇതിന്റെ മുകൾ പോകത്തില്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, അതിരുകൾ കൂടാതെ, പരിധി കൂടാതെ ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുന്നു. കൃപ കൊണ്ട് ദൈവാത്മാവ് നിങ്ങളെ നിറയ്ക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ. ഒത്തിരി പരാജയം നിങ്ങൾ കണ്ടു, ഒത്തിരി വേദനകൾ നിങ്ങൾ കണ്ടു. പക്ഷെ അതെല്ലാം മാറും. അതെല്ലാം മാറുന്ന ദിനം വേഗത്തിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. വചനം പറയുന്നു, യേശു കർത്താവ് ആ പടകിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആമേൻ പടക് മുങ്ങുമാറായി, തിരമാല കൊണ്ട്, വെള്ളം കൊണ്ട് മുങ്ങുമാറായി. ശിഷ്യന്മാർ ദൈവത്തോട് ചോദിച്ചു, ആമേൻ ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക്, ആമേൻ ആമേൻ നശിച്ചു പോകുന്നത് നിനക്ക് ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ ഞങ്ങൾ നിങ്ങൾക്ക് നശിച്ചു വിചാരമില്ലയോ? നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. വിചാരമില്ലയോ? വിചാരമില്ല, നിനക്ക് വിചാരമില്ല. ഇന്ന് രാത്രി ആരോ ദൈവത്തോട് പറയുന്നു, കർത്താവേ, ഇത്രയും കഷ്ടതകൾ, ഇത്രയും വേദനകൾ, ഇതിന്റെ നടുവിൽ ഞാൻ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലേ? ആമൻ മരുഭൂമിയിൽ തന്റെ കുഞ്ഞിന്റെ മരണം കാണാൻ കൂടാതെ മാറി നിന്ന് കരഞ്ഞ് ആഹാറിന്റെ കണ്ണീർ ദൈവം കണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണുന്നു. നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം ഭേദം വരുത്തുന്നു. ആമേൻ. വിചാരമില്ലയോ എന്ന് ചോദിച്ചു. അടുത്ത വചനം പറയുന്നു, 39 വാക്യം വായിച്ചേ. അടുത്ത വാക്യം വായിച്ചേ. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. ആമേൻ. പതി. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ കാറ്റും കടലും നമ്മുടെ വാക്കിനനുസരിക്കോ? പക്ഷേ അതിനെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവം ആ പടകിലുണ്ടായി. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് ആമേൻ വിശ്വാസ ജീവിതത്തിൽ യാത്ര ചെയ്യുന്ന ഓരോ ദൈവ പൈതലോട് ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. നിങ്ങൾക്ക് വിരോധമായി നിങ്ങളെ മുക്കിക്കളയാൻ, ആമേൻ ആമേൻ തകർത്ത് കളയാൻ, ആമേൻ വലിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റു വരുന്ന ചില തിരമാലകളെയും ആമേൻ കാറ്റിലെയും കടലിനെയും ശാസിക്കാൻ അധികാരമുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മോടും കൂടെ ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവം അത്ഭുതം ചെയ്യും. ദൈവം അത്ഭുതം ചെയ്യും. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയും. ആമേൻ ആമേൻ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും തകർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. നിങ്ങൾ തകർന്നു പോകാൻ എന്റെ ദൈവം ഏൽപ്പിക്കയില്ല. ഇന്ന് രാത്രി ആമേൻ പൊക്കിക്കളയും, ആമേൻ മുക്കിക്കളയും, തകർത്ത് കളയും, ആമേൻ ആമേൻ ഇല്ലാതാക്കി കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ചില തിരമാലകളോടും ആമേൻ 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 ചുഴലിക്കാറ്റിനോട്, കടലിനോട് ആമേൻ 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 കൽപ്പിക്കാൻ അധികാരമുള്ള ഒരു കർത്താവ് ആമേൻ നമ്മോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ആ രണ്ട് കരവും ചേർത്തടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഇന്ന് രാത്രിയിൽ ആമേൻ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല കാറ്റിനെയും സകലവിധമായ തിരമാലകളെയും പൊങ്ങി വരുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളെ ശാന്തമാക്കാൻ അധികാരമുള്ള ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. പ്രിയരെ, വചനം പറയുന്നു, അവൻ എഴുന്നേറ്റു കാറ്റിനെ ആമേൻ. ഒന്നുകൂടെ ആ വാക്യം വായിച്ച് 39 വാക്യം വേഗത്തിൽ. 39 വാക്യം. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് അവൻ കാറ്റിനെ ശാസിച്ചു,
കടലിനോട് അനങ്ങാതിരിക്കണം. ഇന്ന് രാത്രി ഒരാത്മിക വെളിപ്പാട് ദൈവമക്കളോട് അവൻ ഈ സൂം പ്ലാറ്റ്ഫോമോട് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങൾക്ക് വിരോധമായി കൊന്നിക്കളയും, തകർത്തുകളയും. അവൻ നിന്റെ ഈ പ്രേയർ ഫെലോഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോകും, ഇതിനെ ഞാൻ ഇല്ലാതാക്കി കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ചിലതിനോട് ദൈവം അവൻ കമാൻഡ് ചെയ്യാൻ പോകുന്നു. അനങ്ങരുത്, അനങ്ങരുത്. നീ അനങ്ങിയാൽ അവൻ ആരെയോ നോക്കി ദൈവാത്മാവ് ദൂത് പറയുന്നു, നീ അനങ്ങിയാൽ അവൻ നശിച്ചു പോകും. പ്രാർത്ഥിക്കുന്ന ദൈവ മക്കൾക്ക് വിരോധമായി, പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് വിരോധമായി, പ്രാർത്ഥിക്കുന്ന ദൈവം അവൻ അഭിഷേകമുള്ള കുഞ്ഞുങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്നത് ആരോടോ ദൈവം പറയുന്നു, അനങ്ങിപ്പോകരുത്. ഒരാത്മിക വെളിപ്പാട് ഞാൻ നിങ്ങളോട് കൈമാറാം. ഒരിക്കൽ പ്രാർത്ഥിച്ച് ദാനിയേലിനെ കയ്യും കാലിയും കെട്ടി സിംഹക്കൂട്ടിൽ വലിച്ചെറിഞ്ഞു. ദാനിയേലെ തൂക്കി സിംഹക്കൂട്ടിൽ തൂക്കി വലിച്ചെറിഞ്ഞു. പക്ഷേ സിംഹത്തോട് ദൈവം ഒരു വാക്ക് കൽപ്പിച്ചു, അനങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നിങ്ങളുടെ ഭൗതിക മണ്ഡലങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ ആത്മീയ ജീവിതങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ചിലതിനോട് ദൈവം ചില കമാൻഡ് പറയുന്നുണ്ട്, അനങ്ങിപ്പോകരുത്. യെസ് 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 ഏറ്റെടുക്കുന്നവർ ഈ ദൂത് ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ചില മിനിറ്റുകൾ കരമടിച്ച് നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റു വരുന്ന ചിലതിനെ ശാസിക്കാനുള്ള അധികാരം ഇന്ന് ചിലരുടെ മേൽ ദൈവാത്മാവ് കൈമാറുകയാണ്. യെസ്, ആരോട് ദൈവാത്മാവ് കൈമാറുന്നു, ആരോട് ദൈവാത്മാവ് കൈമാറുന്നു? നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റു വരുന്ന ചിലതിനോട് അതിര് കൽപ്പിക്കാൻ, നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റു വരുന്ന ചിലതിനോട് കമാൻഡ് പറയാൻ, അനങ്ങരുത് എന്ന് പറയാൻ അധികാരമുള്ള ദൈവം ഇന്ന് രാത്രിയിൽ ചിലതിനെ പരിശുദ്ധാത്മാവ് അധികാരപ്പെടുത്തുന്നുണ്ട്. ആരുടെ മേലേക്കോ ഈ അഭിഷേകത്തിന്റെ ദൂതുകൾ വിളുന്നുണ്ട്. കഴിഞ്ഞ ദിനം വരെ നിങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ ഭൗതിക മണ്ഡലങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വിരോധമായി, നിങ്ങളുടെ ശാരീരിക മേഖലകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ചിലതിനോട്, ചില രോഗത്തിന്റെ കെട്ടുകളോട് ദൈവാത്മാവ് കൽപ്പിക്കുന്നു, അനങ്ങിപ്പോകരുത്. അവൻ കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങരുത് എന്ന് പറഞ്ഞു. അടുത്ത വാക്യം വായിച്ചേ. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. അനങ്ങാതിരിക്കുക, അടങ്ങുക എന്നു പറഞ്ഞു. അങ്ങനെയല്ലേ? ഒന്നുകൂടെ അത് വായിക്കാമോ സിസ്റ്റേ? അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. ചിലത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് വിരോധമായി എത്ര കിട്ടിയാലും അടങ്ങത്തില്ല. അടങ്ങത്തില്ല എന്ന് എഴുന്നേറ്റ് വരുന്ന ചിലതിനോട് ഈ 2026 ദൈവം കൽപ്പിക്കാൻ പോകുന്നു. അനങ്ങരുത്, അടങ്ങുക, അനങ്ങരുത്, അടങ്ങുക. ദൂത് എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റു വരുന്ന ഇന്ന് ലോകജാതികൾ നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്നോ ഇല്ലയോ? ആത്മീകർ നമുക്ക് വിരോധമായി എഴുന്നേൽക്കും. ആത്മീകരാ നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന. ഇത് ചിലരോടുള്ള ദൂത, ഇത് ചിലരോടുള്ള വെളിപ്പാടാ. പക്ഷേ എതിരെ എഴുന്നേൽക്കുന്നവൻ എഴുന്നേൽക്കട്ടെ.
അവൻ എഴുന്നേറ്റുകൊണ്ട് അവൻ എഴുന്നേറ്റ് വരട്ടെ. പക്ഷെ അതിന്റെ നടുവിൽ ദൈവം ഒരു ദിവസം പറയും, അനങ്ങരുത്, അടങ്ങ്. ആമേൻ. അടങ്ങ് എന്ന് പറഞ്ഞു. വലിയ അടുത്ത അവസാന ഭാഗം, ശാന്തതയുണ്ടായി. വലിയ ശാന്തത ഉണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ ഉണ്ട്. മതി. വലിയ ശാന്തത ഉണ്ടായി. മതി. അതിന്റെ മുന്നൊരു വാക്യം എങ്ങനെ പറയുന്നു? മുന്നുള്ള വാക്യം എങ്ങനെ പറയുന്നു? അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനെ ആമേൻ അനങ്ങരുത്, അടങ്ങു എന്ന് പറഞ്ഞു. വലിയ ശാന്തത ഉണ്ടായി. ഇന്ന് രാത്രിയിൽ ആമേന്റെ വാക്കുകളെ ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിന്റെ മേഖലയിൽ എവിടെയൊക്കെയോ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റു വരുമ്പോൾ ദൈവാത്മാവിനോട് വ്യക്തമായി ദൂത് പറയുന്നു. ചിലതിനോട് ദൈവം അനങ്ങരുതെന്ന് പറയുന്നു. വലിയ ശാന്തത ഉണ്ടാകാൻ പോകുന്നു. ഏകദേശത്ത് 65ഓളം ഡിവൈസസ് ഉണ്ട്. ഓരോരുത്തരോടും ദൈവാത്മാവ് പറയുന്നു, വലിയ ശാന്തതകൾ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകാൻ പോകുന്നു. വലിയ ശാന്തതകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു. വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്നലെ വരെ നിങ്ങൾ അനുഭവിച്ച ചില വിഷയങ്ങൾ, ഇന്നലെ വരെ കൊണ്ടുതിരിഞ്ഞ ചില വിഷയങ്ങൾ, ആര് എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് നിങ്ങൾ ആമേൻ കൊണ്ടുതിരിഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ ദൈവാത്മാവിനോട് പറയുന്നു, വലിയ ശാന്തത ദൈവാത്മാവ് കൽപ്പിക്കാൻ പോകുന്നു. വലിയ ശാന്തത ദൈവാത്മാവ് കൽപ്പിക്കും. നിങ്ങൾ ഇനി തകർന്നു പോകയില്ല. ദൈവം നിങ്ങളെ മാനിക്കും. ദൈവം നിങ്ങളെ ഉയർത്തും. റൂബി ബിജോയ് ജാമു എന്ന് പറയുന്ന പ്രിയ സിസ്റ്ററിനോട്, സിസ്റ്റേ, 2026 നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് വലിയ ശാന്തത ദൈവാത്മാവ് കൽപ്പിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നുണ്ടോ സിസ്റ്റേ? മൈക്കൊന്ന് ഓൺ ചെയ്യാമോ? 2022 തുടങ്ങി 2025 വരെ തിരമാല പോലെ പൊങ്ങി നിന്ന ചില വിഷയങ്ങൾ ആമേൻ 2026 ദൈവം പറയുന്നു, ആമേൻ ഒരു ശാന്തത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഞാൻ പറയുന്ന പരിശുദ്ധാത്മാവ് പറയുന്ന വിഷയം കറക്റ്റ് ആണോ സിസ്റ്ററെ? 2022 തുടങ്ങിയ വിഷയം 2025 വരയ്ക്കും ആ വിഷയത്തിന് ഒരു പരിഹാരം കിട്ടിയില്ല. പക്ഷെ 2026 ദൈവാത്മാവ് പറയുന്നു, ഘട്ടം ഘട്ടമായി അതിന്റെ മേൽ ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടും. ഘട്ടം ഘട്ടമായി ദൈവാത്മാവ് ചില വിടുതലുകൾ നിങ്ങൾക്ക് വേണ്ടി അയക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോകുന്നു. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഭയങ്കര ഒരു സാന്നിധ്യം വെളിപ്പെടുന്നത് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒന്നെടുക്കുമ്പോൾ 4 നഷ്ടമായി പോകും. ഒന്ന് ചിന്തിക്കുമ്പോൾ വേറെ 4 ചിന്തിക്കാത്ത വേറെ ചിലത് നടക്കുന്നു. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ആമേൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുന്നു. 2026 നിങ്ങൾ വിചാരിക്കുന്നതേക്കാളും ചിന്തിക്കുന്നതേക്കാളും അപ്പുറം പ്രവർത്തിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. ദൈവാത്മാവ് പറയുന്നു, തലമുറകളുടെ ഭാവി തലത്തിൽ ദൈവത്തിന്റെ കരം ഭയങ്കരമായി വെളിപ്പെടാൻ പോകും. പറയാൻ ഒന്നുമില്ല സിസ്റ്ററെ, ബാക്ക്ഗ്രൗണ്ടായി പറയാൻ ഒന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? അതുമില്ല. എല്ലാം ശൂന്യമാണ്. ഒരു ഇരുട്ട് പോലെ ആള് താമസിക്കാത്ത ഒരു വീട് പോലെ ജീവിതത്തിന്റെ മേഖല പല കഷ്ടങ്ങൾ അനുഭവിക്കുന്നു. ഇന്ന് രാത്രി ദൈവം ദൂത് പറയുന്നു,
ആമേൻ ആമേൻ. ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് ഭേദം വരുത്താൻ പോകുന്നു. Amen. Hallelujah. Amen. യോബിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. Amen. ഭേദം വരുത്തി. Amen. Amen. ദൈവാത്മാവിനോട് വ്യക്തമായി ദൂത് പറയുന്നു, നിങ്ങൾ ഏത് ആത്മീക ചർച്ചിന് പോകുന്നെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ സ്ഥലം എവിടെയാണ് സിസ്റ്റേ? ഞങ്ങള് മിനിസ്ട്രിയിലാ ബസ്, ജമ്മുല. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി ദൂത് പറയുന്നു, അവൻ ദൈവസന്നദ്ധിയിൽ ആമേൻ 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 ദിവസങ്ങൾ കണ്ടെത്തി അവൻ ദൈവസന്നദ്ധിയിൽ അവൻ ഈ 2026 യഹോവയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ ഒരു പുതിയ ബലത്തോട് ദൈവാത്മാവ് നിങ്ങളെ എഴുന്നേൽക്കും. പുതിയ ബലത്തോട് ദൈവാത്മാവ് നിങ്ങളെ എഴുന്നേൽക്കും. കഴിഞ്ഞ ദിനങ്ങളിൽ വെളിപ്പെട്ട സാന്നിധ്യമല്ല, ഈ വരും ദിനങ്ങളിൽ ഭയങ്കര സാന്നിധ്യം ദൈവാത്മാവ് നിങ്ങളിൽ വെളിപ്പെടും. ആമേൻ. അധ്വാനിച്ച് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് പറയാൻ ഒന്നുമില്ല. വല്ലതും നേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട്, ഞങ്ങളുടെ പേര് സ്വർഗത്തിൽ ദൈവം എഴുതും. ഞങ്ങളുടെ പേര് സ്വർഗത്തിൽ ദൈവം എഴുതും. പക്ഷേ തലമുറകളെ ഓർത്ത് ഭാരപ്പെടരുത്. നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ബന്ധുക്കളുടെ നടുവിൽ ദൈവം നിങ്ങളുടെ തലമുറകളെ ഉയർത്തും. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതും. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതും. ഈ 2026 ദിവസങ്ങൾ കണ്ടെത്തി ആമേൻ ദൈവസന്നിധിയിൽ വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കുമെങ്കിൽ അധികാരത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ കൈമാറും. പലതും കമാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുന്നു, അതിന്റെ നടുവിലൊക്കെയും ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെടും. പക്ഷേ നിങ്ങളെ ഞാൻ ഇതിന്റെ മുന്നിൽ കണ്ടിട്ടില്ല, എന്നെയും നിങ്ങൾ കണ്ടിട്ടില്ല. എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ ദൈവാത്മാവിനോട് പറയുന്നു, ഒരു തലമുറയ്ക്ക് വേണ്ടി അവൻ ഒരു തലമുറയുടെ അവൻ ഭാവിയെ ഓർത്ത് നിങ്ങൾ വല്ലാതെ ദൈവസന്നിധിയിൽ കരയുന്നുണ്ട്. സത്യമാണോ സിസ്റ്റർ? ദൈവാത്മാവിനോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മുന്നിൽ ശൂന്യം ആകുന്നത് പോലെ ഒരു അവൻ അവസ്ഥയാ കാണുന്നത്. പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, മരുഭൂമിയിൽ ഉറവ കൊണ്ട് അവൻ ഉറവകളെ വരുത്തുന്ന ദൈവം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം കരുതുകയും ദൈവത്തിന്റെ ഭയങ്കര കരുതൽ നിങ്ങൾക്ക് വേണ്ടി വരും. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വസ്തു സംബന്ധമായി നിൽക്കുന്ന ചില ആമേൻ വിഷയങ്ങൾ ദൈവാത്മാവ് ഈ ദിനങ്ങളിൽ ആമേൻ അതിന്റെ നടുവിൽ ഭയങ്കര റിലീഫിംഗ് ഉണ്ടാക്കുമെന്ന് പരിശുദ്ധാത്മാവ്. അങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടോ സിസ്റ്റർ? വസ്തു സംബന്ധമായി അങ്ങനെ വിഷയമില്ല പാസ്റ്റർ. ഇവിടെ ചർച്ചിന് വേണ്ടി വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലാതില്ല. എന്തോ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ഒരു വിഷയം പറയുന്നുണ്ട്. അതിന്റെ മേൽ എഴുന്നേറ്റു വരുന്ന ചില പോരാട്ടങ്ങളെ ദൈവാത്മാവ് ശാസിക്കും. ഭയങ്കര ഒരു ആമൻ സാന്തത ഉണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവാത്മാവിനെ എന്തോ ചെയ്യാനുണ്ട്. ദൈവം ഈ ദിനങ്ങളിൽ അത് ദൈവാത്മാവ് ഈ ദിനങ്ങളിൽ അത് ചെയ്ത് തീർക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു. വചനം പറയുന്നു, ആമേൻ ആമേൻ. കർത്താവ് കടലിനോട് ആമേൻ ആമേൻ കാറ്റിനെ ശാസിച്ചു, കടലിനെ
ആമേൻ അനങ്ങരുത്, അടങ്ങുക എന്ന് പറഞ്ഞു വലിയ ശാന്തത ഉണ്ടായി. ഇന്ന് രാത്രി ഏകദേശം 63ഓളം ഡിവൈസസ് ഉണ്ട്. ഓരോരുത്തരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ആമേൻ വലിയ ശാന്തതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകും. നിങ്ങൾ എന്ത് വിഷയത്തിന്റെ നടുവിൽ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി കടന്നു വന്നോ, ആ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടാൻ പോകുന്നു. ബ്ലസ്സി എന്ന് പറയുന്ന പ്രിയ മോളിനോട് ദൈവാത്മാവ് ദൂത് പറയുന്നു. മോളെ ഞാൻ പറയുന്നത് കേൾക്കാമോ? മനുഷ്യൻ നിനക്ക് വേണ്ടി ഒന്നും കരുതിയില്ലെങ്കിൽ, മനുഷ്യന്റെ നടുവിൽ നീ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവളെ വിശ്വസിക്കുന്നുണ്ടോ? നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം. എനിക്കറിയില്ല, ഇന്ന് ഈ സൂം മീറ്റിംഗ് ഈ സൂം പ്ലാറ്റ്ഫോമിൽ വരുന്നതിന്റെ മുന്നേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഇതിന്റെ നടുവിൽ വന്നേ. ദൈവമേ ഇന്ന് രാത്രി എന്നോട് നീ ഇടപെടണം. ദൈവമേ നീ എന്നോട് ഇടപെടണം. അങ്ങനെയല്ല മോളെ, ഇന്ന് ദൈവാത്മാവിനോട് പറയുന്നു, നിന്നെ ദൈവം ഒത്തിരി സ്നേഹിക്കും. ജീവിതത്തിന്റെ മേഖലയിൽ പല വിഷയങ്ങൾ നിങ്ങനെ തകർത്ത് കളയുമെന്ന് എഴുന്നേറ്റ് വന്നു. പക്ഷേ ദൈവം അതിന്റെ നടുവിലൊക്കെ നിന്നെ ഏൽപ്പിക്കാതെ ദൈവം നിന്നെ ഭദ്രമായി സൂക്ഷിച്ചു. ദൈവത്തിന്റെ ഭയങ്കര കരുതൽ നിനക്ക് വേണ്ടി വരും. വീണ്ടും പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, എന്നെ ഞാൻ കൈവിടുകയില്ല. കൂട്ടുകാരിൽ ശ്രേഷ്ഠമായ ദൈവാത്മാവ് നിന്നെ അഭിഷേകിക്കും. ആനന്ദ തൈലം കൊണ്ട് ദൈവാത്മാവ് നിന്നെ അഭിഷേകിക്കും. ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ ഭയങ്കര വിടുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞു. നിനക്ക് വേണ്ടി പുതിയതായി ചിലത് കരുതാൻ, നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ വിടുതൽ കൽപ്പിക്കാൻ ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മോളെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവർക്ക് കണ്ണുകളെ അടയ്ക്കാമോ? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവനാൽ കാറ്റും കടലും ഇവൻ അനുസരിക്കുന്നുണ്ട്. വളരെ ഭയന്നവൻ. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് ചിലർ ഭയപ്പെടാൻ പോകും, ചിലർ ഭയന്നു പോകാൻ പോകും. ഇവനാൽ ഇന്ന് രാത്രി വല്ല ദൈവ പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകും. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ ശുശ്രൂഷ മേഖലകൾക്ക് വേണ്ടി നിങ്ങളുടെ ഓരോ മേഖലകളിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവം ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ കടന്നു വന്നു. ദൈവം അതിന്റെ നടുവിൽ കടന്നു വന്നു. നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവഭേദം വരും. നിങ്ങളെ ദൈവം മാനിക്കും. വലിയ ശാന്തത ഉണ്ടായി. ദൈവം എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു. കടലിനെ ശാസിച്ചു. കാറ്റിനോട്, തിരമാലയോട്, കാറ്റിനോട് മിണ്ടാതെ അനങ്ങരുത്, അടങ്ങുക എന്ന് പറഞ്ഞു. വലിയ ശാന്തത ഉണ്ടായി. ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൽ പൊങ്ങി കവിയുന്ന തിരമാല പോലെ പൊങ്ങി വരുന്ന വിഷയത്തെ ദൈവാത്മാവ് ശാന്തമായി മാറ്റാൻ പോകുന്നു. അത് വിശ്വസിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ കരമടിച്ച് ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താമോ? ഇന്ന് രാത്രി എനിക്കൊരു ശാന്തത വെളിപ്പെടും. എന്റെ ഭവനത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ ശുശ്രൂഷയിൽ, എന്റെ ഭൗതിക ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ, ശാരീരികമായി, ആത്മീകമായി, ഭൗതികമായി എന്റെ ജീവിതത്തിൽ ഒരു ശാന്തത വെളിപ്പെടും. വിടുതൽ പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഈ ദൂതുകളാൽ, ഈ ആലോചനകളാൽ, ഈ ദൂതുകളാൽ, ഈ അരുളപ്പാടുകളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയമൊരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. God bless you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Amen. Amen. Amen.